ഇന്ത്യയിൽ കുത്തക മുതലാളിമാരുടെയും കോർപ്പറേറ്റ് ഭീമന്മാരുടെയും ഇംഗിതത്തിന് വില കൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ കോടികൾ വായ്പാ ഇനത്തിൽ കുടഞ്ഞിട്ട് കൊടുക്കുന്ന മോദിയെ എന്നും കോൺഗ്രസ് വിമർശിച്ചിട്ടേയുള്ളൂ. അതെടുത്തു കാട്ടിയ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാൻ മുതിർന്ന മോദിയെയും സംഘപരിവാർ സംഘടനകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരംഗം തന്നെ വന്ന് കേന്ദ്ര സർക്കാർ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്ന SIRൽ ആശങ്ക അറിയിച്ചിരിക്കുകയാണ്. ഈ അതിവേഗം SIR നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ കടുത്ത സമ്മർദ്ദത്തിലകപ്പെടുകയാണ് SIR ഉദ്യമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം. സമ്മർദ്ദം താങ്ങാനാവാതെ 20ഓളം BLOമാർ ആത്മഹത്യ ചെയ്തു ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. മരണത്തിന് മുൻപ് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത മരണമൊഴികളിലെല്ലാം പറയുന്നത് SIR സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്നതാണ്. കുറഞ്ഞ കാലയളവിൽ പൂർത്തിയാക്കാൻ കർശന നിർദ്ദേശത്തിൽപ്പെടുന്ന BLOമാർ അതീവ ഭീകരമായ സമ്മർദ്ദാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിസ്സഹായാവസ്ഥയുടെ രോധനം രാജ്യത്തുയരുന്നത് ആരും കാണുന്നില്ല. ഈ അതിദാരുണ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം SS സന്ധു ആശങ്ക അറിയിച്ചത് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. വോട്ട് കൊള്ളയും SIRും രാജ്യത്ത് കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം ഏറ്റവും സുപ്രധാനമായ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്. കോർപ്പറേറ്റ് സംഭാവനകൾ BJPയിലേക്ക് ഒഴുകിയെത്തിയത് എത്രത്തോളം എന്ന ഒരു കണക്കാണ് ഇപ്പോൾ രാജ്യം പുറത്തുവിട്ടിരിക്കുന്നത്. 2024-25 സാമ്പത്തിക കാലഘട്ടത്തിൽ വിവിധ ഇലക്ട്രൽ ട്രസ്റ്റുകളിൽ നിന്നും BJPക്ക് ആകെ ലഭിച്ചത് 959 കോടി രൂപയാണ്. ഇത്രയും ഭീമമായ തുകയുടെ 83%, അതായത് 959 കോടിയിൽ 753 കോടി 60 ലക്ഷം രൂപയും രാജ്യത്തെ വൻകിട വ്യവസായ ഗ്രൂപ്പായ ടാറ്റ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയാണ് BJPക്ക് ലഭിക്കുന്നത്. മറ്റ് പ്രധാന ട്രസ്റ്റുകളായ മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ന്യൂ ഡെമോക്രാറ്റിക് ട്രസ്റ്റിൽ നിന്നും 150 കോടി രൂപയും BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഫണ്ടുകളൊക്കെ തന്നെ കൈമാറ്റം ചെയ്തത് രാജ്യമേറെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കേന്ദ്ര സർക്കാർ ടാറ്റ ഗ്രൂപ്പിൻ്റെ 2 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾക്ക് BJP ഭരിക്കുന്ന ഗുജറാത്ത്, ആസാം സംസ്ഥാനങ്ങളിലെ യൂണിറ്റുകൾക്ക് 44,000 കോടിയിലധികം രൂപയുടെ ഭീമമായ സബ്സിഡി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ വൻ തുക BJPയിലേക്ക് ഒഴുകിയെത്തിയത്. 2024 ഏപ്രിൽ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ സാമ്പത്തിക സമ്പർക്കം നടന്നിട്ടുള്ളത്. സബ്സിഡി പ്രഖ്യാപനവും ട്രസ്റ്റ് വഴിയുള്ള സംഭാവനയും ഒരേ സമയത്ത് സംഭവിച്ചത് യാദൃച്ഛികമല്ല എന്ന് തന്നെയാണ് കരുതുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യാൻ കമ്പനികൾക്കും വ്യക്തികൾക്കും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രൽ ട്രസ്റ്റുകൾ. ഈ സംവിധാനം വഴി രാഷ്ട്രീയ ഫണ്ടിങ്ങിൽ സുതാര്യമായ സാമ്പത്തിക ഇടപാടുകൾ കൊണ്ടുവരിക എന്നതായിരുന്നു ലക്ഷ്യം. ട്രസ്റ്റുകളിൽ സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ പൊതുജനത്തിന് ലഭ്യമാണ്. എന്നാൽ ട്രസ്റ്റുകൾക്ക് ലഭിക്കുന്ന പണം അത് നൽകിയ കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന വാദം നിലനിന്നിരുന്നു. ഈ ട്രസ്റ്റുകൾ വഴി ലഭിക്കുന്ന സംഭാവനകളിൽ പ്രൂഡൻ്റ് ഇലക്ട്രൽ ട്രസ്റ്റ് പോലുള്ള വിവരങ്ങൾ പൂർണ്ണമായും പുറത്ത് വന്നിട്ടുമില്ല. 2024 724 കോടി രൂപ നൽകിയിട്ടുണ്ട് എന്നത് ഇതിൻ്റെ ആഴം എത്രയെന്ന് നമുക്ക് വ്യക്തമാക്കുന്നതാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചതിന് ശേഷമാണ് ഈ കണക്കുകൾ പുറത്തു വന്നത്. ഈ വിധി സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് രാഷ്ട്രീയ അഴിമതിക്ക് വഴിവെക്കുമെന്നും സുതാര്യത ഇല്ലാതാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ്. ബോണ്ടുകൾ നിലവിലുണ്ടായിരുന്ന കാലത്തും ഏറ്റവും കൂടുതൽ സംഭാവനകൾ കൈപ്പറ്റിയ പാർട്ടി ഈ BJP തന്നെയാണ്. ബോണ്ടുകൾ നിർത്തലാക്കിയതിന് ശേഷവും കൂടുതൽ സുതാര്യമായ സംവിധാനം എന്ന് കരുതപ്പെടുന്ന ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി BJPക്ക് തന്നെയാണ് ഭൂരിഭാഗം കോർപ്പറേറ്റ് ഫണ്ടുകളും ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. 2023-24 BJPക്ക് മാത്രം 1685 കോടി ലഭിച്ചിരുന്നു. ആ വൻ വരവിന് ശേഷവും ഈ ട്രസ്റ്റുകൾ വഴി ലഭിച്ച 959 കോടി രാജ്യത്തെ രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ അസന്തുലനാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രോഗ്രസീവ് ഇലക്ട്രിക് ട്രസ്റ്റ് വലിയ രീതിയിൽ സംഭാവന BJPക്ക് നൽകിയിട്ടുണ്ട്. 2018-19 കാലഘട്ടത്തിൽ ആകെ സംഭാവനയുടെ ഏതാണ്ട് 75%, അതായത് 356 കോടി രൂപയും BJPക്ക് ലഭിച്ചു.
ഈ കാലയളവിലെ കണക്കുകൾ നിലവിലെ കണക്കുകളും വിലയിരുത്തുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾ സാമ്പത്തിക സഹായം ഭരണകക്ഷിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന രീതിയാണ് വെളിയിൽ വരുന്നത്. ഇത് മാത്രമല്ല, കടലാസ് പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട് BJP പണം തട്ടിയെന്ന വാർത്തയും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞതാണ്. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് 10 കടലാസ് പാർട്ടികൾക്കാണ് ഗുജറാത്തിൽ തുടക്കം കുറിച്ചിരുന്നത്. ഈ പാർട്ടികൾക്ക് 2019നും 2024നും ഇടയിൽ സംഭാവനയായി ലഭിച്ചത് 1-2 കോടികളല്ല, 4300 കോടിയാണ്. ഇത്തരം ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുമ്പോൾ ഉത്തരമില്ലാതെ വലയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വെറും 42 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന് ഓർക്കണം. കഴിഞ്ഞ 5 വർഷത്തിൽ 2 തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, 1 തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതും ശ്രദ്ധേയമാണ്. ഈ സമയത്തിനിടയ്ക്കാണ് ഇത്രയും തുക ഇവർക്ക് സംഭാവനയായി ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 3500 കോടി രൂപ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവാക്കിയെന്ന് പറയുന്നു. എന്നാൽ ഓർക്കേണ്ട കാര്യം, ഈ 5 വർഷത്തിനിടയിൽ ഇവർക്ക് ആകെ ലഭിച്ചത് 54,000-ലധികം വോട്ടുകൾ മാത്രമാണ്. കണക്കുകൾ പരിശോധിച്ചാൽ വെറും 37 ലക്ഷം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇവർ ചെലവഴിച്ചത്. ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ നിന്നും നേതാവ് ആരാണ് എന്നറിയാത്ത ഈ കടലാസ് പാർട്ടികൾക്ക് സംഭാവന ലഭിച്ചു എന്നത് വളരെ അതിശയകരമായ കാര്യമാണ്. അദാനിക്കായി വഴിവിട്ട സാമ്പത്തിക സഹായം ചെയ്തു എന്ന വാർത്തയും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞതാണ്. 60,000 കോടികൾ LICയിൽ സമ്മർദ്ദം ചൊലുത്തി നിക്ഷേപം നടത്തിച്ചു. അദാനിയുടെ കടം വീട്ടാൻ രാജ്യത്തിൻ്റെ ലൈഫ് ഇൻഷുറൻസ് നിക്ഷേപകരുടെ പണമാണ് മോദി പകൽക്കൊള്ള ചെയ്ത് അദാനിക്ക് കൊടുത്തത്. 2025 മെയ്യിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം, സാമ്പത്തിക സേവന വകുപ്പ്, LIC, നീതി ആയോഗ് എന്നിവർ അദാനി ഗ്രൂപ്പ് ബോണ്ടുകളിലേക്ക്, ഇക്വിറ്റിയിലേക്കും കോടിക്കണക്കിന് നിക്ഷേപം നടത്താൻ തീരുമാനിച്ചതായുള്ള രേഖകൾ ലഭ്യമായതായി വ്യക്തമാകുന്നു. അദാനി പോർട്സിനായി $58.50 കോടി ബോണ്ട് LIC മാത്രം നൽകിയതായി അദാനി ഗ്രൂപ്പും പ്രഖ്യാപിച്ചിരുന്നു. കടം തീർക്കുന്നതിനായി $58.50 കോടി അദാനി ഗ്രൂപ്പ് സമാഹരിക്കേണ്ടതായിരുന്നു. അതേ മാസം തന്നെയാണ് LIC നിക്ഷേപകരായി ഇവിടെ രംഗത്തെത്തിയതും കൃത്യം ഈ തുക തന്നെ അദാനി ഗ്രൂപ്പിന് ലഭ്യമാക്കിയതും. മെയ് 30-ന് അദാനി ഗ്രൂപ്പ് മുഴുവൻ ബോണ്ടിനും ധനസഹായം നൽകിയത് LIC എന്ന ഒറ്റ നിക്ഷേപകരാണെന്ന് പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. ഇത് പൊതുഫണ്ടിൻ്റെ ദുരുപയോഗമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇങ്ങനെ വളഞ്ഞ വഴികൾ വഴി മോദി തൻ്റെ സതീർത്ഥർക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് വീതം വയ്ക്കുമ്പോൾ അത് പിന്നീട് BJPയിലേക്ക് ഒഴുകിയെത്താനും മോദി വഴിയൊരുക്കുന്നുണ്ട്. BJPയെ സാമ്പത്തികമായി ഉയർത്തി രാജ്യത്ത് പടർന്ന് പന്തലിക്കാനാണ് മോദിയുടെ ശ്രമം. മോദിയുടെ കള്ളക്കളികൾ ഒന്നാകെ ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ പഴുതുകൾ തേടുന്നതിനിടയിൽ മോദിയെ പൂട്ടിടാനാണ് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ വഴി പ്രതിപക്ഷം മുന്നിട്ടിറങ്ങുന്നത്. ഏതായാലും ഇന്ത്യയുടെ മുഴുവൻ സംവിധാനങ്ങളും മോദിയുടെ കാൽ കീഴിലല്ല എന്ന് വേണം കരുതാൻ. അതിനുള്ള ഉദാഹരണം ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങളും കോടതികളുമാണ്. രാജ്യത്തിൻ്റെ ആകെയുള്ള പ്രതീക്ഷ ഭരണഘടനയിൽ ഊന്നിയ നമ്മുടെ നിയമ സംവിധാനമാണ്. കൂടെ തന്നെ കോടതിയും എന്നിരിക്കെ സത്യം വെളിയിൽ വരിക തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധി അത് വെളിയിൽ കൊണ്ടുവരും. രാജ്യം ഒരു പുതിയ ഉണർവിലാണ്. വർഗീയതയുടെ മോദി അച്ചുതണ്ടിൽ സംഘപരിവാർ ശക്തികൾ രാജ്യത്തെ ശിഥിലീകരിക്കാൻ തുനിയുമ്പോൾ കോൺഗ്രസ് തീർക്കുന്ന മഹാമേരുക്കൾക്ക് മുന്നിൽ മോദി അടിപതർന്നതും നമ്മൾ കണ്ടു. മോദിക്ക് ചുറ്റും ഇപ്പോൾ അഗ്നിയാണ്, എരിയുന്ന നീതിയുടെ അഗ്നികുണ്ഠം. ഈ ജ്വാലാമുഖികളുടെ തീനാമ്പുകൾ അധർമ്മത്തിൻ്റെ അഭിനവ രാജാവിൻ്റെ അരക്കില്ലത്തെ ഗ്രസിക്കുകയാണ്. നാലുപാടിൽ നിന്നും മോദിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ശരവർഷം മോദിയെ ആകെ പരവശനാക്കിയിട്ടുണ്ട്. ശരപഞ്ചരത്തിൽപ്പെട്ട മോദിയെ ഇപ്പോൾ അഗ്നി കൂടി വിഴുങ്ങുന്ന പ്രഹേളികയിലാണ്. അതായത് നീതിന്യായ കോടതിയും ജനവും രാജ്യവും മോദിയെ വിചാരണ ചെയ്യാൻ ഇനി കാലതാമസമില്ല എന്നർത്ഥം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.